സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം എന്നെ ചർച്ചിരിക്കുന്നു. ഓപത്യാവ് 1:3 ശക്തരായ ഏതോം ജനതയ്ക്ക് അവരുടെ അഹങ്കാരത്തിന് ദൈവത്തിൽ നിന്നും ഉടശിക്ഷ ലഭിക്കാനിടയായി. മലകളാൽ ചുറ്റപ്പെട്ട ശത്രുക്കൾക്ക് ആക്രമിക്കാൻ പറ്റാത്ത സ്ഥലത്തായിരുന്നു ഏതോം സ്ഥിതി ചെയ്തത്. ഓപത്യാവ് 1:3 തന്ത്രപ്രദമായ കച്ചവടപ്പാതയായിരുന്നു ഏതോം സ്ഥിതി ചെയ്തത്. കൂടാതെ പുരാതന കാലത്ത് വളരെ വിപുലമല്ല ചെമ്പിന് സമർത്ഥമായൊരു സമ്പന്ന രാഷ്ട്രമായിരുന്നു അത്. എല്ലാ നല്ല കാര്യങ്ങളും ഒപ്പം അഹങ്കാരവും നിറഞ്ഞിരുന്നു. അവർ അജയ്യരാണെന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. ഒപ്പം ദൈവത്തെ പീഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം തൻ്റെ പ്രവാചകനായ ഓബദ്യാവിനെ അവരോട് തൻ്റെ ന്യായവിധി അറിയിപ്പാൻ ഉപയോഗിച്ചു. മറ്റു രാജ്യങ്ങൾ ഏതോമിനെ ഉയർന്ന ഒരിക്കൽ ശക്തരായിരുന്നവർ സുരക്ഷിതരാത്തവർ അഭിമാനിതരും ആകും. വാക്യം 1-2 ദൈവത്തെ കൂടാതെ നമ്മുടെ വഴികളിൽ ജീവിക്കാം എന്ന ചിന്തയിലൂടെ അഹങ്കാരം നമ്മെ വഞ്ചിക്കുന്നു. അത് നാം അധികാരങ്ങൾക്കും തിരുത്തലുകൾക്കും ബലഹീനങ്ങൾക്കും അതീതരാണെന്ന് തോന്നലുണ്ടാക്കും. എന്നാൽ ദൈവം നമ്മെ തിരുവമ്പിൽ താഴ്മയുള്ളവരാൻ വിളിക്കുന്നു. 1 പത്രോസ് 5:6 നാം അഹങ്കാരത്തിൽ നിന്നും തിരിഞ്ഞ് മനസ്സാൻ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം തന്നെ പൂർണ്ണമായി ആശ്രയിപ്പാൻ നമ്മെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ അഹങ്കാരത്തിൽ വഴിയൊഴിക്കാൽ എന്ത് സംഭവിക്കും? അഹങ്കാരത്തിൽ നിങ്ങളെ എങ്ങനെ വഞ്ചിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം. പിതാവേ, എന്നെ അഹങ്കാരത്തിൽ നിന്ന് കാക്കണമേ. ദയവ് എന്നെ താഴ്മയുടെ കൃത്യം എനിക്ക് നൽകണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.